നമ്മളിന്ന് വന്നിരിക്കുന്നത് പള്ളിക്കരയിലാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. മാഞ്ചേരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് പാലം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നേരെ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് പോകാം. ആലുവ, തൃപ്പൂണിത്തുറ, എറണാകുളം ഭാഗത്തേക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് പള്ളിക്കര. അവിടെയായിട്ട് 4.5 സെൻറ്റ് ഭൂമിയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇതിന് താഴെ 2 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമുമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. വെൽ വാട്ടർ വരുന്നുണ്ട്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലും സ്ക്വയർ ട്യൂബിൻ്റെ നല്ല ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറാം. ടൈലാണ് പാകിയിട്ടുള്ളത്. ഈസി ആയിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് സൗത്ത് സൈഡ്. സൗത്ത് സൈഡിൽ ധാരാളം സ്പേസ് കൊടുക്കുന്നുണ്ട്. സെറ്റ് ബാക്ക് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടാപ്പ് പോയിന്റും വരുന്നുണ്ട്. ഇനി നമ്മൾ നോർത്ത് സൈഡിലേക്കാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിന് വെല്ല് വരുന്നത്. നല്ല വലിയ വാവട്ടമുള്ള കിണർ തന്നെയാണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെട്ടുകൾ പ്രദേശമാണ്. അപ്പോൾ നോർത്ത് സൈഡിലും സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് വരികയാണ്. 2 വാഹനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് കോമ്പൗണ്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടിയാണ്. നല്ലൊരു സിറ്റൗട്ട് വരുന്നുണ്ട്. അകത്തേക്ക് കയറാം. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന 2 പീസ് ഡോറാണ് വന്നുള്ളത്. അതും ടീക്കൂടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡോർസ് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ലിവിങ്ങിലേക്ക് വരികയാണ്. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്, ഇത് നോർത്ത് സൈഡ്. അപ്പോൾ അങ്ങനെ 3 സൈഡിലായിട്ട് വിൻഡോസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. നല്ലൊരു ഡൈനിങ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ വെക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ വന്നുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു ഗ്രാനൈറ്റിന് മേലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സെറയുടെ ഫിറ്റിങ്സ് ആണ്. വലിയൊരു മിറർ വരുന്നുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നോർത്ത് സൈഡാണിത്, വെസ്റ്റ് സൈഡാണിത്. നോർത്ത് സൈഡിൽ 3 പാളി ജനലും വെസ്റ്റ് സൈഡിൽ 2 പാളി ജനലുമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് 2 ടാപ്പ് വന്നുള്ളത്. ഒരു സിങ്കും വന്നിട്ടുണ്ട്. നമുക്ക് നോർത്തിലേക്ക് ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നോർത്തിലേക്ക് പാചകം ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. ഔട്ട് സൈഡിൽ, അതായത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം പടിഞ്ഞാറോട്ടാണ് ഡോറ് വന്നുള്ളത്. അവിടെയും ധാരാളം സ്പേസ് ഉണ്ട്. നല്ലൊരു വർക്ക് ഏരിയ വേണമെങ്കിൽ ചെയ്യാവുന്നതുമാണ്. നമ്മളിനി ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. സൗത്ത് വെസ്റ്റ് കോർണറാണ്. സൗത്ത് വെസ്റ്റ് കോർണറിൽ 12 അടി നീളവും 10 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മാത്രം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിന് കൊടുത്തിരിക്കുകയാണ്. മിറർ വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മിക്സർ വന്നുള്ളത്. 3-way മിക്സർ ടാപ്പാണ്. അതും സെറയുടെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് വന്നിരിക്കുന്നത് സെറയുടെ തന്നെയാണ്. താഴെ മാറ്റ് ടൈല് ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. 12 അടി നീളവും 10 അടി വീതിയും തന്നെയാണ് ഇതിനും കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. സെയിം ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ മേലേക്ക് പോവുകയാണ്. അതായത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. സ്റ്റീലിൻ്റെ ഹാൻഡിലും വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഒരു L ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഡബിൾ ഹൈറ്റ് ആണ്. മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് പോവാം.
സെയിം ബെഡ്റൂമാണ്. 12 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറും കൂടിയാണ്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഫിറ്റിങ്സ് സെയിം തന്നെയാണ്. സിറയുടെ വാഷ് ബേസിൻ, മിറർ, അതുപോലെ തന്നെ മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ്. താഴെ മാറ്റ് ടൈല് വിത്ത് മാറ്റ് തന്നെയാണ് കൊടുത്തുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമും വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 11 അടി നീളവും 10 അടി വീതിയാണ്. ഇതിനും ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് വരാം. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുള്ളത്. ഇത് ഫുള്ള് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻറ്റും വാട്ടർ പോയിൻറ്റും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. കവേർഡ് ബാൽക്കണി വിത്ത് ഓപ്പൺ ബാൽക്കണി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കവേർഡാണ്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല ചെടികൾ ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എലിവേഷൻ കുറച്ചും കൂടി ഭംഗിയാവും. അപ്പം ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ടൈല് കൊടുത്തിരിക്കുന്നത് 2x2 മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. വെള്ളം വീഴുന്നതുകൊണ്ട് വെള്ളം പോകാനായിട്ട് ഇവിടെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെയിൻ വാട്ടർ വരുന്നത് ഈസി ആയിട്ട് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4 ബെഡ്റൂമിൻ്റെ മനോഹരമായിട്ടൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അതും 4.5 സെൻറ്റ് ഭൂമിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ്. വില വരുന്നത് 58 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.